മോഷണം, കൊള്ള, ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ശൈലിയായാൽ ഈ രാജ്യമെന്ന് പറയുന്ന എൻറ്റിറ്റി, ആ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരുടെ ആകെ സ്വത്വത്തെയും ശീലത്തെയും മനോഭാവത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അങ്ങനെ കൊള്ള ചെയ്യുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾ കൊള്ളക്കാരായി മാറുക സ്വാഭാവികമാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മോഷ്ടിച്ചുണ്ടാക്കുന്ന മുതലിൽ വളരുന്ന മക്കൾ മോഷ്ടാക്കളോ വഴിതെറ്റിപ്പോകാനോ സാധ്യതയുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായപ്പെടാറുണ്ട്. സമ്പാദ്യം ഹലാലായിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് വ്യക്തിയുടേതായാലും കുടുംബത്തിൻ്റേതായാലും രാജ്യത്തിൻ്റേതായാലും എല്ലാം തന്നെ. ഞാനിത് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. അങ്ങ് ലോസ് ഏഞ്ചൽസിൽ വലിയ കാട്ടുതീ പടരുമ്പോൾ, വലിയൊരു ദുരന്തത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, ഞാൻ ആ സംഭവത്തെ നമ്മുടെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവുമായും അതിനു മുമ്പുണ്ടായ സുനാമിയുമായൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും എത്ര സ്തുതിക്കപ്പെടേണ്ടവരാണ്, എത്ര അഭിനന്ദിക്കപ്പെടേണ്ടവരാണ് എന്ന് തോന്നിപ്പോയത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ലോസ് ഏഞ്ചൽസിൽ നിന്ന് വരുന്ന വാർത്ത കാലിഫോർണിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട, ജീവനും കൊണ്ട് പലായനം ചെയ്യപ്പെട്ട ജനങ്ങളുടെ വീടുകളിലെ വസ്തുക്കളും ഉപകരണങ്ങളുമൊക്കെ കൊള്ള ചെയ്യുന്നത്രേ. ആരാണ് ഈ കൊള്ള ചെയ്യുന്നത്? മൂന്നാം ലോക രാജ്യത്തെ പട്ടിണി പാവങ്ങളല്ല, സർവഗുണസമ്പന്നമെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലെ ജനങ്ങൾ. 5000-ഓളം ആളുകളാണത്രേ ഈ മോഷണ പ്രവൃത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെട്ടത്. അതിൽ 20 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് ഔദ്യോഗികമായി അവിടുത്തെ ഭരണകൂടം നൽകുന്ന ഒരു വീഡിയോ ക്ലിപ്പും പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മുടെ നാട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനു മുമ്പ് സുനാമി ഉണ്ടായി. ഈ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ജാതിമത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അവരെ സഹായിക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വസ്ത്രം നൽകാൻ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ഇറങ്ങി. ഒരു നാടൊന്നാകെ കരഞ്ഞു, ഒരു നാടൊന്നാകെ പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ എങ്ങും ഇതുപോലെ വ്യാപകമായ കൊള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വെള്ളപ്പൊക്കമുണ്ടാകുമെന്നറിഞ്ഞ് വെള്ളം കയറിയ വീടുകളിൽ നിന്നല്ലാത്ത വീടുകളിൽ നിന്ന് പോലും ആളുകളെ ഒഴിപ്പിച്ചു, പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി. പക്ഷേ അവരുടെ വീടുകളിലൊക്കെ മനുഷ്യർ ചെന്നിരുന്നു. എന്തിനെന്നറിയോ? അതിൽ വല്ലതും കുടുങ്ങിക്കിടപ്പുണ്ടോയെന്നറിയാൻ. പിന്നെ അതിനുശേഷം ഓരോരുത്തരുടെയും വീട് വൃത്തിയാക്കാൻ, അവരെ സുഖമായി തിരിച്ച് ആ വീട്ടിലേക്ക് എത്തിക്കാൻ, സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അമേരിക്ക എന്നൊക്കെ പറയുന്നത്, നമ്മൾ വിചാരിക്കും അവർ വലിയ മഹത്വത്തിൻ്റെയും മാന്യതയുടെയും മഹോന്നതിയുടെയും ഒക്കെ ഉടമകളാണെന്ന് വിചാരിക്കുമെങ്കിലും ഈ സംഭവം എത്ര നാണക്കേടാണെന്ന് നോക്കിയേ. അമേരിക്ക ചരിത്രപരമായി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യുമല്ലോ. ആയുധങ്ങൾ വിൽക്കും, യുദ്ധമുണ്ടാക്കും, പല സ്ഥലങ്ങളിലും സംഘർഷപൂരിതമാക്കും, അയൽ രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കും. അവർക്ക് വരെ ലക്ഷ്യമൊന്നുമില്ല. അവരുടെ ലക്ഷ്യം ആകെപ്പാടെയുള്ളത് അവർക്ക് വരുമാനം വേണം, അവരുടെ രാജ്യം മാത്രം സമാധാനപരമായ രാജ്യമായി നിൽക്കണം. ബാക്കി ഏത് മേഖലയിൽ എന്ത് കലാപം ഉണ്ടാകുന്നതിലും അതിൻ്റെ ലാഭകരമായ പാർട്ട് ഏതാണോ അതിൽ മാത്രമേ നോക്കി അമേരിക്ക നിൽക്കാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? അവിടുത്തെ ജനങ്ങളിലും ഇത്തരമൊരു മനോഭാവം ഉണ്ടാകുന്നു എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് ഇപ്പോഴുണ്ടാകുന്ന സംഭവം. നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇപ്പോൾ എന്തെങ്കിലും രാജ്യത്ത് കെടുതികളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അവർക്ക് വാണിജ്യ താല്പര്യങ്ങളുള്ള സ്ഥലമല്ലെങ്കിൽ അവരതിനെ മൈൻഡ് ചെയ്യാറേയില്ല. അവരുണ്ടാക്കുന്ന പ്രകൃതി ചൂഷണത്തെക്കുറിച്ചോ കാലാവസ്ഥാ നഷ്ടത്തെക്കുറിച്ചോ അതിനവർ വിലയിടാറില്ല, കണക്കിടാറില്ല. അവർ നൽകുന്ന ആയുധവും കാശും കൊണ്ട് ലോകത്തെത്ര ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയാലും അതിനൊന്നും അവർക്ക് സോഷ്യൽ ഓഡിറ്റ് ഇല്ല. അവരുടെ പ്രശ്നം അവരുടെ സ്റ്റേറ്റ് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനങ്ങൾക്ക് പോലും
25% നികുതി ചുമത്തും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് ആയിക്കൊള്ളൂ എന്നാണ് പുതിയ മച്ചമ്പി പറയുന്നത്, ട്രംപ് മച്ചമ്പി. മച്ചമ്പിയെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ലോകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ എന്തോ ചെയ്യാൻ ഒരാൾ വന്നതുപോലെയാണ് നമ്മുടെ നാട്ടിൽ പോലും ആഹ്ലാദാരവങ്ങൾ മുഴങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ പോലും മോഷ്ടിക്കുന്ന അമേരിക്കക്കാർ. അപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരിക്കും? അവർക്ക് ആരെയായിരിക്കും ഭയമുണ്ടാവുക? അവരിലെ മാനവികത എന്തായിരിക്കും? സ്വന്തം നാട്ടിലെ ജനങ്ങൾ ജീവനും കൊണ്ട് പലായനം ചെയ്യുമ്പോൾ അവിടെ മോഷ്ടിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അത് കാടത്തമാണ്, ഗോത്രവർഗമാണ് എന്നൊക്കെ. ഇത് പരിഷ്കാരികളല്ലേ, സമ്പന്നരല്ലേ? കഷ്ടം, പരമകഷ്ടം, ദയനീയം. ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവട്ടെ, അത്രമാത്രം.